ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മളെ അതിശയവും ഹല്ലേലൂയ അത്ഭുതകരവുമായി നമ്മെ കാത്തു പരിപാലിച്ച ആ നല്ല കൃപകൾക്കായി നമുക്ക് നന്ദി പറയാം. 2025 ഡിസംബർ മാസം 31 രാവിലെ കാലം നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പ്രീത മക്കളെ നാം ഓർക്കുക, നമ്മിൽ നിന്നും ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ നമ്മുടെ കൂടെ സഹകരിച്ചവർ, നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മോടൊപ്പം പാർത്തിരുന്നവർ, നമ്മുടെ ഹല്ലേലൂയ അതായത് രക്തബന്ധമുള്ളവർ, നമ്മുടെ ഹല്ലേലൂയ കൂടപ്പിറപ്പുകൾ, ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അനേക രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. അപ്പാ, ഞാൻ എന്തുള്ളൂ, അപ്പൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തിയത്, അപ്പന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് രാവിലെ കാലം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് എത്രമാത്രം നമ്മളെ കാത്തു പരിപാലിച്ചു പ്രിയ മക്കളെ. പലയിടങ്ങളിലും നമ്മളെല്ലാം യാത്ര ചെയ്തു, പല വാഹനങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ കയറി ഹല്ലേലൂയ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവപ്പൻ നമ്മളെ കാത്തു പരിപാലിച്ചല്ലേ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ ഹല്ലേലൂയ പല സംഭവങ്ങള്, ആക്സിഡന്റുകളൊക്കെ നമ്മൾ കണ്ടപ്പോഴേ, മരണം വരെ നമ്മൾ കണ്ടപ്പോഴും എൻ്റെ കർത്താവപ്പച്ചൻ നമ്മെ ഓരോരുത്തരെയും കാത്തല്ലോ, നമ്മെ പരിപാലിച്ചല്ലോ. ആ അപ്പച്ചന് നമുക്ക് നന്ദിയുള്ളവരായി തീരാം. കർത്താവേ, അപ്പച്ചൻ്റെ കൃപ ഒന്നു മാത്രമാ എന്നെ നിലനിർത്തുന്നത്. അപ്പൻ്റെ കൃപ ഹല്ലേലൂയ അല്ലാതെ ഒന്നുമല്ല, എൻ്റെ കഴിവല്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അപ്പൻ്റെ സന്നിധി ഒന്ന് താഴുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന് നന്ദിയുള്ളവരായി തീരാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നമ്മെ ഓർക്കുന്ന നല്ലൊരു പിതാവ്, നമ്മെ കരുതിയ നല്ലൊരു പിതാവ്, ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ അകന്നു നിന്നപ്പോഴും നമ്മെ ചേർത്ത് പിടിച്ച അപ്പച്ച, ഹല്ലേലൂയ പലപ്പോഴും ലോകത്തിൽ നിന്ന് എനിക്ക് ഹല്ലേലൂയ എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും, അല്ല നമുക്ക് ജീവൻ തന്നെ, നീ മരിക്കുവാനുള്ളവനല്ല, ഹല്ലേലൂയ നീ ഇനിയും കർത്താവിനെ പുകഴ്ത്തണം, യേശുവിൻ്റെ സാക്ഷിയായി തീരണമെന്ന് പറഞ്ഞ് നമ്മെ നിലനിർത്തിയ ആ നല്ല കർത്താവിന് നന്ദിയുള്ളവരായി തീരാൻ പ്രീതി മക്കളെ. പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ തെറ്റുകുറ്റങ്ങൾ തന്നെ നമ്മിൽ നിന്ന് തന്നെ ഉള്ളപ്പോഴും നമ്മൾ ഹല്ലേലൂയ അതൊന്നും ഹല്ലേലൂയ വകവയ്ക്കാതെ ഹല്ലേലൂയ പലതും പറഞ്ഞപ്പോഴും യേശു അപ്പച്ചൻ അതൊന്നും വകവയ്ക്കാതെ നമ്മെ കാത്തു പരിപാലിച്ചില്ലേ. നമ്മെ ഓർത്ത് ഹല്ലേലൂയ നമ്മുടെ ആ കുറവുകളെ, നമ്മുടെ കുറ്റങ്ങൾ ഓർക്കാതെ വണ്ണം നമ്മെ ചേർത്ത് പിടിച്ചില്ലേ പ്രീതി മക്കളെ. എല്ലാത്തിനും നന്ദിയുള്ളവരായി തീരാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താപ്പച്ചൻ്റെ പിന്നാലെ നമുക്ക് സഞ്ചരിക്കാം. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം ഹല്ലേലൂയ നമുക്ക് സ്ഥിരതയോടോടാം പ്രീതി മക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ ആണെങ്കിൽ 2 മക്കൾ ഹല്ലേലൂയ എല്ലാം മൂത്ത മകനെ ഹല്ലേലൂയ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അപ്പൻ ആ മകന് വേണ്ടുന്നതെല്ലാം കൊടുത്തു. പക്ഷേ ആ മകൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് പോയി. എങ്കിലും നോക്കൂ ഹല്ലേലൂയ ആ മകന്റെ വരവിനെ നോക്കി നിൽക്കുന്ന നല്ലൊരു പിതാവിനെ നമുക്ക് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പിതാവ് നമ്മെ നോക്കി നിൽക്കുക. ഹല്ലേലൂയ. നാം അകന്നകന്നു പോയപ്പോഴും നമ്മെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം സഞ്ചരിച്ച നല്ലൊരു പിതാവിനെ നമുക്കൊന്ന് ഓർക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സുബോധം നഷ്ടപ്പെട്ട രീതിയിൽ നമ്മളായി തീർന്നിട്ടുണ്ട് പ്രീതി മക്കളെ. സുബോധം വന്നപ്പോഴാണ് ഹല്ലേലൂയ ആ ഇളയ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഹല്ലേലൂയ നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഒരു കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ പലപ്പോഴും ആ പിതാവിൻ്റെ അടുക്കിലേക്ക് മകൻ വരുമ്പോൾ ഹല്ലേലൂയ ചേർത്ത് പിടിക്കുവാൻ പിതാവ് നോക്കി നിൽക്കുക. പ്രീതി മക്കളെ, നമ്മെ ചേർത്ത് പിടിച്ച അപ്പച്ചൻ ഹല്ലേലൂയ ഈ വർഷക്കാലം മുഴുവനും കർത്താവപ്പച്ചൻ നമ്മെ എത്രമാത്രം ചേർത്ത് പിടിച്ചു, നമ്മൾ എത്രമാത്രം അകന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലും അപ്പൻ അതൊന്നും ഓർക്കാതെ നമ്മെ ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നെ നമ്മെ നടത്തിയ ആ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നോക്കൂ, ആ മകൻ ഓടി വന്നപ്പോൾ ഹല്ലേലൂയ അതായത് പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ പിതാവ് അവനെ മാറ്റി നിർത്തിയല്ല, ചേർത്ത് പിടിച്ചിട്ട് ഹല്ലേലൂയ മേൽത്തരമായിട്ടുള്ള ഹല്ലേലൂയ
ഹല്ലേലൂയ ചിലതെല്ലാം കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, നമ്മെ നോക്കി നിൽക്കുന്ന നല്ലൊരു പിതാവുണ്ട്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ അതിശയമാകത്തക്കവണ്ണം തരുവാൻ ഹല്ലേലൂയ അപ്പൻ ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ആ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ പിതാവ് ദാസന്മാരോട് പറയുന്നുണ്ട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടിപ്പിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ, നാം തിന്നാനന്ദിക്ക. ഈ മകൻ മരിച്ചവനായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നമ്മുടെ അപ്പനിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? മരിച്ച അവസ്ഥയിലൂടെ ഹല്ലേലൂയ നമ്മൾ നടന്നിട്ടില്ലേ? പ്രിയ മക്കളെ, നോക്കൂ, ഇപ്പോൾ നോക്കൂ, അപ്പനെ കണ്ടപ്പോൾ, അപ്പന്റെ അടുക്കൽ വന്നപ്പോൾ നമ്മൾക്ക് ഹല്ലേലൂയ ജീവനുള്ളതായി തീരുവാനിടയായി തീർന്നു. നമ്മുടെ പിതാവ് ഇതുപോലെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി തന്നെത്താൻ ഹല്ലേലൂയ യാഗമായി തീർന്ന അപ്പൻ ഹല്ലേലൂയ. നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ജീവനുള്ള മക്കളായിട്ട് ഹല്ലേലൂയ യേശുവിന്റെ സാക്ഷികളായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സകലതും തരുവാൻ നമ്മുടെ അപ്പൻ ഒരുക്കത്തോടെ ഇരിക്കുക. പ്രിയ മക്കളെ, നമുക്ക് അപ്പന് നന്ദിയുള്ളവരായി തീരാം. ഒരു പുതിയ വർഷം ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ആ പുതിയ ദിനം ഹല്ലേലൂയ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. 2025 ഹല്ലേലൂയ തന്നെ ആ ഹല്ലേലൂയ ആത്മീയ സന്തോഷമല്ല, 2026 അതിലും ഹല്ലേലൂയ അതിശക്തമായിട്ട് ആത്മാവിൽ പോരാടി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കൂടുതലായിട്ട് പ്രയോജനപ്പെട്ട് നമുക്ക് മുന്നേറണം. പ്രിയ മക്കളെ, കരങ്ങളിൽ തരാം. 2025 ഹല്ലേലൂയ കർത്താപ്പച്ചന് വേണ്ടി നമ്മൾ എത്രമാത്രം ഉപയോഗപ്രദമായി തീർന്നോ അതിലുപരിയായിട്ട് ഇനി നമ്മളെ എടുത്തുപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ അവസാന ദിവസത്തില് കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നമുക്ക് നന്ദിയുള്ളവരായി തീരാം. ഹല്ലേലൂയ. അപ്പന്റെ സാക്ഷികളായി തീരാം. അപ്പന് നന്ദി പറയാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ എത്രമാത്രം അപ്പന് നന്ദി പറഞ്ഞാലും തീരില്ല. അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിച്ചു. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ പലതും പിറുപിറുത്തപ്പോഴും അപ്പൻ ആ പിറുപിറുപ്പൊന്നും ഓർക്കാതെ നമ്മെ ചേർത്ത് പിടിച്ചല്ലോ. പ്രിയ മക്കളെ, കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താപ്പച്ചൻ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ ഒരു വാക്യമാണല്ലോ പ്രിയ മക്കളെ നമ്മളെ കൈ പിടിച്ച് നടത്തിയത്. നമ്മെ ഉപേക്ഷിക്കാത്ത അപ്പന്റെ കരത്തില് നമ്മെ കാത്തു പരിപാലിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളും ഈ വർഷക്കാലം ഹല്ലേലൂയ ഞങ്ങളെ കാത്തു പരിപാലിച്ച ഹല്ലേലൂയ ഓരോ ദിനങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി തീരുവാൻ അപ്പന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ഓരോരുത്തരെ സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ, തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി, എല്ലാത്തിനും നന്ദി പറയുന്ന കർത്താവേ, തന്ന ബന്ധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ എല്ലാത്തിനും നന്ദി പറയുക. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. അപ്പാ, നന്ദിയല്ലാതെ ഒന്നുമില്ല അപ്പാ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഹല്ലേലൂയ കർത്താപ്പച്ചന്റെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ ഇടയാകണമേ. തിരുകരങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ ഓരോരുത്തരുമായിരിക്കുന്ന ദേശത്തെ കർത്താവിന് പ്രയോജനപ്പെട്ട് വീണ്ടും ഹല്ലേലൂയായി തീരുവാൻ ഓരോരുത്തരെ ശക്തീകരിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിശയകരമായി ഭയങ്കരമായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാൻ നന്ദി പറയുന്നു. വീണ്ടും അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ, പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ എല്ലാത്തിനും നന്ദി സ്തുതി സ്തോത്രം അർപ്പിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.